ഒരുപാട് വേദികളിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി തഴക്കവും പഴക്കവും വന്നിട്ടുള്ള ഒരു പ്രശസ്ത നാടക നടനാണ് ഈ ചിത്രമധു. പക്ഷെ ഇതുപോലൊരു വിറയിൽ ആദ്യമായിട്ടാ. ആദിരാത്രി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അനുഭൂതി വന്നപ്പോഴത്തേക്കിനും ഉള്ളിന്നൊരു ആന്തല. എന്താ അവളെ വിളിക്കേണ്ടത്? തുടക്കം നന്നായില്ലെങ്കിൽ മുടക്കം വരുമെന്നാ. മോളെ അത് വേണ്ട, അത് ഭയങ്കരയായി. പ്രിയതമേ അത് ബാലയുടെ മൂഡിലോട്ട് പോന്നു. നമുക്ക് ആവശ്യം ബാലൻ കേന്ദ്രയുടെ മൂടാ. ഇനി ഒന്നും നോക്കാനില്ല, വരുന്ന സിറ്റുവേഷൻ വെച്ച് അങ്ങ് പെരുമാറാം. ഹലോ സാറേ, സാറേ നീ പോയില്ലയോ? കാണിക്കാൻ വന്നതാ. എന്തോന്ന്? കല്യാണത്തിന്റെ വരവ് ചെലവ് കാണിക്കാൻ വന്നയാ. ബ്ലാത്താങ്കര ഈവന്റ് മാനേജ്മെന്റ്. എന്റെ പൊന്നു ദൈവമേ, ഞാൻ കല്യാണം മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോ തൊട്ട് എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയതാ. ഞാൻ ആശിച്ചു മോഹിച്ച് കാത്തുകാത്തിരുന്ന് കിട്ടിയ ഒരു ആദ്യരാത്രിയാ. ഇപ്പൊ തന്നെ നിനക്ക് കണക്ക് കാണിക്കണം അല്ലേ? പിന്നെ കാണിക്കണം. ഇന്നത്തെ കാലത്താണെങ്കിൽ കല്യാണ പെണ്ണ് കല്യാണ തലേന്ന് ഒളിച്ചോടി പോവും, കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോവും. എന്തിനേറെ പറയുന്നു, കഴുത്തിലോട്ട് താലി അങ്ങോട്ട് വെക്കുമ്പോ അത് തട്ടി കളഞ്ഞിട്ടല്ലയോ കാമുവിന്റെ കൂടെ ഇറങ്ങി പോകുന്നേ. അതൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത് എന്തിനാടാവേ? ഇനി എങ്ങാനും സാറിന്റെ കഷ്ടകാലത്തിന് ഈ കല്യാണ പെണ്ണ് സാറിന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടുത്തെ സ്വർണവും പണവും എടുത്തോണ്ട് കാമുകന്റെ കൂടെ പോയാ ഞാൻ ആരോട് പോയി പൈസ ചോദിക്കും? സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ സാർ അടി കൊണ്ട് കോമാ സ്റ്റേജിലും. എന്റെ ഫണ്ട് ബ്ലോക്ക് ആവും. അവന്റെ ഒരു ഫണ്ട് ഇറങ്ങി പോടാ അവിടുന്ന്. പൊക്കോളാം. ഈ ഹോസ്പിറ്റൽ ബില്ലൂടി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോവാ. എടാ, ഈ ഹോസ്പിറ്റൽ ബില്ല് എന്നൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു 10 മാസം കൂടെ കഴിഞ്ഞിട്ടല്ലേ കിട്ടുന്നത്? ആ ബില്ലല്ല ഈ ബില്ല്. ബില്ലിത് ഏത് ബില്ലാ? മറ്റേ മൈനാഗപ്പള്ളിയിൽ ഒരു മാമൻ അങ്ങോട്ട് ഇതുവഴി നടക്കുന്നു. ഓ, കുട്ടപ്പ മാമൻ. ആ മാമൻ തന്നെ. ആ മാമന്റെ കണ്ണിലെ മുള കൊണ്ടാന്നെ ആശുപത്രി കൊണ്ടുപോയെ. എവിടെ വെച്ച് മുള കൊണ്ട്? വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ പന്തലിട്ടില്ലേ, അതിന്റെ മുള കൊണ്ടെന്ന്. ഷേടാ, നീ എന്നാ പോക്കണേടവേ പറയേണ്ടത്? ഈ 10-12 അടി പൊക്കമുള്ള പന്തലിനകത്തൊന്നും 5-5 അടി പൊക്കമുള്ള മാമന്റെ കണ്ണകത്ത് മുള കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാനാടാ? ആ ഞരമ്പ് മാമൻ 30 കസേര ഇട്ടിട്ട് അതിന്റെ മണ്ട കയറി ഡാൻസ് കളിച്ച പിന്നെ മുള കണ്ണി കൊള്ളായിരിക്കുവോ? ഓ, ഈ മൈനാഗപ്പള്ളിയിലുള്ള മാമനെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. പോരാത്തതിന് ഇനി തൊട്ട് ആ മാമൻ ഈ വീട്ടിൽ നിൽക്കുവാണെന്ന്. അതെന്തിന്? എടാ, കല്യാണം കഴിഞ്ഞ് അപ്പൊ തന്നെ മാമിയുടെ കയ്യിൽ വണ്ടിക്കൂലി കൊടുത്തിട്ട് മാമനുമായിട്ട് പൊക്കോളാൻ പറഞ്ഞാണല്ലോ. ആ പോയി, പക്ഷെ മാമന്റെ കൂടെ അല്ല. പിന്നെ എന്റെ കൂടെ കാറ്ററിംഗിന് ചെന്ന 20 വയസ്സുകാരെ പയ്യന്റെ കൂടെ. 47 വയസ്സുള്ള മാമിയോ? ആ പാവം, അമ്മയില്ലാത്ത പയ്യനാവേ. അതൊരു കണക്കിന് നന്നായി. അവന്റെ കാര്യം സേഫ് ആയല്ലോ. അമ്മയ്ക്ക് അമ്മയായി, ഭാര്യക്ക് ഭാര്യയായി. അപ്പൊ നമ്മുടെ ഒറ്റക്കണ്ണുള്ള മൈനാഗമാമൻ നിങ്ങളെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ അതിന്റെ കൂടെ ഇതിനെ കൂടെ കൊണ്ട് കളഞ്ഞേരി. വേസ്റ്റ് കൂടിയാ ചാർജ് കൂടുവേ. അത് എത്ര വേണേലും തന്നേക്കാം. അതിന് എവിടെയും ഒന്ന് കൊണ്ട് കളഞ്ഞാ മതി. ഓ, ബ്ലാത്താങ്കര ഈവന്റ് മാനേജ്മെന്റ് ഒരു പരിപാടി എടുത്ത് അത് ഗംഭീരമാക്കും. സാറേ, എങ്ങനെയുണ്ട് മണിയറ? കണ്ടാ മുല്ലപ്പൂ കിടന്ന് തൂങ്ങുന്നേ. പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂവാ. ലൈറ്റ് അണച്ച എന്തോന്ന് പ്ലാസ്റ്റിക്. അത് ശരിയാ. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം. ആദ്യ രാത്രി എന്ന് പറഞ്ഞാണ്ടേ ആക്രാന്ത മൂത്തായിരിക്കുന്ന ആപ്പിൾ ഉറഞ്ഞെടുത്ത് നിന്നേക്കല്ലേ, പല്ല് പോയിട്ട് കിടന്ന് കരയുവേ. അപ്പൊ അത് ഒറിജിനൽ അല്ലേ? അതും പ്ലാസ്റ്റിക്കാ. അപ്പൊ ഒറിജിനൽ ഒന്നും ഇല്ലേ? ഉണ്ട്. കല്യാണ പെണ്ണ് കൊണ്ടുവരുന്ന പാലില്ലേ, അത് ഒറിജിനലാ. പക്ഷെ 12 മണിക്ക് മുന്നേ കുടിക്കണം, ഇല്ലെങ്കിൽ അത് തൈരാകും. പിന്നെ തൈരിന്റെ പൈസയും ഞാൻ ചോദിക്കും. എടാ, തൈര് ആകുന്നതിന് മുമ്പ് ഞാൻ കുടിച്ചോളാം. നീ ഒന്ന് പോയി തരാവോ? അല്ലെങ്കിലും ബ്ലാത്താങ്കരയുടെ അവസ്ഥ ഇത് തന്നെ. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ താടിക്ക് തട്ടും ചെബുക്കലിനടിയും. ഓരോരോ ശല്യങ്ങള്. ദൈവമേ, 10 മണിയായി. ഇനി താമസിച്ചാൽ ആദ്യ രാത്രി പാതിരാത്രി ആയി പോവും. അതുകൊണ്ട് ബെല്ല് കൊടുത്തേക്കാം. പ്രിയരെ, അടുത്ത ബെല്ലിന് ആദ്യരാത്രി ആരംഭിക്കുന്നു. ഈ ആദ്യരാത്രിയുടെ നല്ല അവതരണത്തിനായി മണിയറിലേക്ക് വെളിച്ചം വീശാവുന്ന എല്ലാ വൈദ്യുത വിളക്കുകളും അണച്ചുതന്ന് സഹകരിക്കണമെന്ന് വധുവിനോടും വധുവിന്റെ ബന്ധുമിത്രാദികളോടും വിശിഷ്യ വധുവിന്റെ അമ്മ പൊന്നുമയോടും താളവേണി കേണപേക്ഷിക്കുന്നു. മറ്റു ആദ്യരാത്രികളിൽ നിന്നും തികച്ചും വിഭിന്നമായി ഈ ആദ്യരാത്രി ചുറ്റുപടുത്തിരിക്കുന്നതിനാൽ ഇതിലെ വിസ്ഫോടാത്മകമായ അവസാന രംഗങ്ങൾ വേദിയിലേക്ക് സശ്രദ്ധം സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളേവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമധുവിന്റെ ആദ്യരാത്രി ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാൽ ഇത്രയും നാണവെട്ടിലാകി ചെയ്താ പാല് കടഞ്ഞോണ്ടിരുന്ന അത് തൈരായി പോകും. പിന്നെ അത് ബില്ലാകും. അതുകൊണ്ട് അത് അവിടെ വെക്ക്. തുടങ്ങിയാലോ?
അല്ല ഉറക്കം വരുന്ന കടന്നുറങ്ങിയാലോന്ന്. ഓ അതായിരുന്നോ? പിന്നെ എന്നാ വിചാരിച്ച കള്ളി. അതൊക്കെ ഇരിക്കട്ടെ, ആദ്യ രാത്രിയെ കുറിച്ച് മൃദുലയുടെ സങ്കല്പം എന്താണ്? അത് പിന്നെ രണ്ടാളും കൂടി ഈ കട്ടിലുമേലിരുന്നിട്ടേ ഇങ്ങനെ അടുത്തടുത്ത് ചേർന്നിരുന്നിട്ട് ബാക്കി പറ ഇങ്ങനെ കണ്ണി നോക്കിയിരുന്നിട്ട് എന്റെ റൂട്ടിലോട്ട് വരുന്നുണ്ടേ. ബാക്കി പറ. നേരം വെളുക്കണവരെ സംസാരിച്ചോണ്ടിരിക്കണം. അയ്യടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മൊബൈൽ എടുത്തിട്ട് വല്ല കസ്റ്റമർ കെയർ ഇരിക്കുന്ന പെമ്പിളാരെ വിളിച്ചോണ്ടിരുന്നാ പോരെ? അവരാകുമ്പോ ചറ പറന്ന് സംസാരിച്ചോണ്ടിരിക്കും. അവിടുന്ന് ചേട്ടന്റെ ഒരു തമാശ. അതെ, ഈ ആദ്യരാത്രിയെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ? അതാകുമ്പോ പോലീസും വരത്തില്ല, റെയ്ഡ് നടക്കത്തില്ല. അതല്ല, ആദ്യ രാത്രിയെ കുറിച്ച് പോലീസുകാർ ഒരു ഗൈഡ് ഇറക്കിയിട്ടുണ്ട്, അത് വായിച്ച് പഠിക്കാവെന്ന്. അയ്യോ, രക്ഷപ്പെട്ടു. എന്റെ മുതലേ, എന്റെ മൃദുലേ ഹലോ, സനലാണ്ട്രാ. എന്റെ കൂട്ടുകാരനാ സനല്. എന്താണ്ട്രാ? എന്തരായി തുടങ്ങിയ? ഇല്ലടാ, ശ്വാസകോശത്തിന്റെ പരസ്യം കിട്ടുന്നുള്ളൂ, ഇപ്പൊ തുടങ്ങും. അവള് പാലും കൊണ്ട് വന്നാ? എടാ, അവള് പാലും കൊണ്ട് വന്ന് അത് കുടിച്ചിട്ട് ഉറക്കമായി. ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയപ്പോഴല്ലേ നീ എന്നെ വിളിച്ചത്? ഇന്നഞ്ചാറ് ഉറങ്ങും. എടാ, എന്താണ്ട്രാ? രാവിലെ 5 മണിക്ക് കോതമംഗലത്തേക്ക് ബസ് ഉണ്ടോടാ? കോതമംഗലത്തേക്കല്ലടാ വണ്ടി ഉള്ളത്, കുന്നംകുളത്തേക്കാടാ വണ്ടി ഉള്ളത്. ഇത് വെച്ചിട്ട് പോടാ അവിടുന്ന്, ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാതെ. അവന്റെ അമ്മൂമ്മയുടെ കോതമംഗലം. ഈ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സോക്കറ്റ് അങ്ങ് തീരുമല്ലോ. ഇനി അവനൊന്ന് വിളിക്കുന്ന കാണണം. സനലേ, റൂട്ട് മാറിപ്പോയി. മൃദുലേ, ഞാൻ അറിഞ്ഞായിരുന്നു മൃദുല നല്ലതായിട്ട് പാട്ട് പാടുവെന്ന്. അങ്ങനെയൊന്നുമില്ല, പിന്നെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പാടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിന്റെ മധുവേട്ടന് വേണ്ടി ഒരു പാട്ട് പാടിക്കേ. എനിക്ക് നാണാ. എന്തിന്? ഞാനല്ലേ കൂടെ ഉള്ളത്. പാടിക്കൂ. പാടാവേ. എടാ മധുവേ, എന്താടാ അവിടെ? പാട്ട് പഠിപ്പിക്കുക അമ്മാവാ. മൈനാപ്പള്ളിയിൽ അമ്മാവനെ ഉറങ്ങിയിട്ടില്ല. ഇനി അധികം ശ്രുതിയിട്ട് അമ്മാവനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. തുടങ്ങിക്കോ. പനമരത്തുള്ളൊരെന്നപ്പച്ചി മഴ കൊണ്ടു പനി പിടിച്ചിന്നലെ മരിച്ചു. പനമരത്തുള്ളൊരെന്നപ്പച്ചി മഴ കൊണ്ടു പനി പിടിച്ചിന്നലെ മരിച്ചു. നിങ്ങളൊക്കെ എന്നാ കുടുംബക്കാരാണ്? സ്വന്തം അപ്പച്ചി മരിച്ചു കിടക്കുമ്പോഴാണോ കല്യാണം നടത്തുന്നത്? അയ്യോ, അപ്പച്ചി മരിച്ച കാര്യമല്ല ചേട്ടാ. പിന്നെ ഇതേ ഞങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷികത്തിന് പാടാൻ വേണ്ടി ഞാൻ എഴുതിയ പാട്ടാ. അതിന്റെ ഹമ്മിങ് അല്ലേ ഇത്? അമ്മിങ് ആയിരുന്നോ? ആ. എന്നാ പാട്ട് കിടക്കും. ഓള് പാടിക്കോ. രാഘവൻ ചേട്ടാ, ഏഴിന്റെ സഞ്ജനം കേട്ടോ. രാഘവൻ ചേട്ടാ, ഏഴിന്റെ സഞ്ജനം കേട്ടോ. പിണ്ടം മുങ്ങാൻ വാ, ഓ സത്യുണ്ണാൻ വാ. കുട്ടനാട്ടുള്ളൊരു കൊച്ചമ്മായി എന്നെ തൊട്ട് കുളിക്കാൻ വാ. ഗതി കിട്ടാൻ തലേന്നൊരാത്മാവിന് നിത്യശാന്തി നേരാൻ വാ. സച്ചിറ്റും മോള് പാട്ട് പാടിയതാണോ അതോ സഞ്ജയനം വിളിച്ചാണോ? പാടിയതാ ചേട്ടാ. ആണോ? എനിക്ക് അപ്പച്ചിയുടെ സഞ്ജയനം വിളിച്ച പോലെ തോന്നി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ എന്റെ പാട്ട്? ഒരു രക്ഷയില്ല കേട്ടോ. ചിത്രമൂലം ഇങ്ങനെ പാടുമെന്ന് തോന്നില്ല. ഒരു തണുത്ത മാങ്കാ ജ്യൂസ് എടുത്താലോ? അയ്യോ വേണ്ട, അതിന്റെ തണുത്തത് കഴിച്ചാലേ വോയിസ് സ്ക്രാച്ച് വീഴും. ശരിയാ, സൗണ്ട് കളയണ്ട. ആ ശ്രുതി പിടിച്ചപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ലെവലിൽ പോകുന്നു. കിടുക്കി കളഞ്ഞു കേട്ടോ. താങ്ക്സ്. മൃദുലേ, ഹലോ സനലാണ്ട്രാ. എന്താണ്ട്രാ? ഏയ്, എന്തിനാടാ നീ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തേ? എന്തരായി? എന്ത്? അവള് പാലും കൊണ്ട് വന്നാ? എടാ, അവള് പാലും കൊണ്ട് വന്ന് അത് കുടിച്ച് കിടന്ന് ഉറക്കമായി.
ഞാൻ ഉറക്കത്തിലേക്ക് തെന്നി വീഴാൻ വന്നപ്പോഴത്തേക്കിനാ നീ എന്നെ വിളിച്ചത്. ഇന്നഞ്ചാറ് ഉറങ്ങും. ആദ്യരാത്രിയൊക്കെയാണ്, ഉറങ്ങരുത്. രാവിലെ വരെ സംസാരിച്ചോണ്ടിരിക്കണം. അത് സ്വന്തം ഭാര്യയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, അല്ല നിന്നെ പോലെ മെനകെട്ടവന്മാരോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യമല്ല. അളിയ, പിന്നെ എനിക്കൊരു കാര്യം പറയാം. അവന്റെ സംശയം കാര്യങ്ങളും. ഈ കേബിൾ അങ്ങ് ഊരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ വിളിക്കുന്നൊന്ന് കാണണമല്ലോ. അയ്യോ അതെന്തിനാ ഊരിയിട്ടെ? അയ്യോ പുറത്ത് ഭയങ്കര ഇടിയും മിന്നലും ഒക്കെയാ. ഈ കേബിൾ വഴി എർത്ത് വന്നു കഴിഞ്ഞാലേ നമ്മളെ എർത്തടിക്കും. അയ്യോ ഇവിടെ അർത്ഥണ്ടോ? പിന്നെ അയ്യോ ഇടി കിട്ടിയോ? ഇടി വിട്ടിയതല്ല, എന്റെ പിടി വിട്ടതാ. മൃദുലേ വിളിക്കുമ്പോ ഇവിടെ എങ്ങോട്ടാ ഈ ഓടി പോകുന്നത്? മൃദുലേ അയ്യോ സംസാരിച്ചിരുന്നിട്ടേ പാല് തരാൻ മറന്നുപോയി. കള്ളിപ്പെണ്ടേ, ഇപ്പൊ അത് തൈരായി കാണും. നീ അതിന്റെ പൈസ കൂടെ കൊടുക്കേണ്ടി വരൂ. പാല് അതെ, ചേട്ടൻ പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി എനിക്ക് തരണം. നോ 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 നോ, ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോൾ ആദ്യം കുടി. അയ്യോ അങ്ങനെയല്ല, ഇത് ആചാരാണ്. ആദ്യം ചേട്ടൻ കുടിച്ചിട്ട് ബാക്കി പകുതി. അത് വേണ്ട, മോൾ ആദ്യം കുടിച്ചിട്ട് ഞാൻ കുടിച്ചോളാം. ചേട്ടൻ കുടി. മോള് കുടി. 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 ഓ, ഒന്ന് നിർത്താ. ആരെങ്കിലും ഒന്ന് മേടിച്ച് കുടിക്കുന്നുണ്ടോ? കുറെ നേരമായി നിന്റെയൊക്കെ വിസ്ഫോടാത്മകമായ രംഗം കാണാൻ വേണ്ടി ആ ജനലിൽ കൂടെ ഞാൻ ഒളിഞ്ഞു നോക്കുന്നു. ഒരു മര്യാദയൊക്കെ വേണ്ടേ? അയ്യോ.